നിങ്ങളറിയുന്ന വസ്തുത, കേരളം വിദ്യാഭ്യാസപരമായി 14ാം സ്ഥാനത്തേക്ക് പുറംതള്ളപ്പെട്ടിരിക്കുന്നു. വ്യക്തമായ തെളിവ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന് പരിശോധിക്കാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2ാം ക്ലാസ്സിലുള്ള ബുക്ക് കൊടുത്ത 46% കുട്ടികൾക്കും വായിക്കാൻ കഴിയുന്നില്ല. 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ മുമ്പിൽ 2ാം ക്ലാസ്സിലെ ഗണിത സമസ്യകൾ കൊടുത്താൽ 56% കുട്ടികൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. കമ്പ്യൂട്ടർ ഇല്ല എങ്കിൽ ഗണിതശാസ്ത്രം ഒന്നും കഴിയുകയില്ല. പുറമെ 10 കൊല്ലം 2 കൊല്ലം KG-യിലും 10 കൊല്ലം സ്റ്റാൻഡേർഡിലുമായി, പിന്നെ അവിടുന്ന് 2 കൊല്ലം +1 +2, 3 കൊല്ലം ഡിഗ്രി, പിന്നെ 2 കൊല്ലം PG. അങ്ങനെ 17ഉം 19ഉം 20ഉം കൊല്ലം വിദ്യാഭ്യാസത്തിലേക്ക് വെച്ചിട്ട് ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരാരാ? നിങ്ങളൊന്ന് മഴജിലേക്ക് വരിക. അവിടെ സ്കൂൾ വില്ലേജിൽ എത്ര ബിടെക്കുകാരാണ്, എത്ര ബികോമുകാരാണ്, എത്ര എംകോമുകാരാണ്, എത്ര PG ഹോൾഡേഴ്സാണ്. ഇംഗ്ലീഷ് പഠിക്കാനേ 20 കൊല്ലം കഴിഞ്ഞവരാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സിന് കുറെ വർഷങ്ങൾ ബുക്കുകൾ ചുമന്നു എത്ര സയന്റിസ്റ്റുമാർ നമ്മുടെ നാട്ടിലുണ്ട്? പാലക്കാട് ജില്ലയിൽ, ചെർപ്പളശ്ശേരിയിൽ, നമ്മുടെ താലൂക്കിൽ എത്ര സയന്റിസ്റ്റുമാരെ സംഭാവിച്ചു? ഇവിടെയാണ് വിദ്യാഭ്യാസ നിലവാരത്തിന്റെ തോത്. അതിനേക്കാളേറെ ദയനീയ രംഗം ഇന്ന് ധാർമ്മികമായി പറ്റേ താതുകൊണ്ടുവരികയല്ലേ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ മോട്ടോ തന്നെ എഡ്യൂക്കേഷൻ ടോട്ടൽ ലിബറേഷൻ. ഒരു മനുഷ്യൻ എല്ലാ ധാർമ്മികതകളിൽ നിന്നും നന്മയിലേക്ക് എത്തിക്കുക. പക്ഷേ ഇന്നിന്റെ അവസ്ഥ, നല്ല നല്ല സംശുദ്ധമായ കുട്ടികളെ LKG-യിലും UKG-യിലും കിട്ടുന്ന കുട്ടികൾ എത്രമാത്രം സംശുദ്ധ ഹൃദയത്തിന്റെ കുട്ടി ഉടമകളാണ്. അവർ ജീവിതത്തിൽ കട്ടിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, ചീട്ട് കളിച്ചിട്ടില്ല, അനാശാസ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല, അവർക്ക് ചീത്ത കൂട്ടുകെട്ടുകളില്ല. വളരെ സ്ഫുടിക സമാന ഹൃദയ മനസ്കർ, അല്ലെങ്കിൽ സ്പോഞ്ച് പോലെ, ഈ ടിഷ്യൂ പേപ്പർ പോലെ വളരെ സംശുദ്ധ ഹൃദയം, വെളുവെളുത്ത ഹൃദയം, എന്തും ഒപ്പിയെടുക്കാൻ പക്വതയുള്ള ഹൃദയം. അങ്ങനെയുള്ള കുട്ടികളെ LKG UKG-യിൽ ചേർത്ത് 10 കൊല്ലം കഴിയുമ്പോഴേക്ക് വരുന്ന അവസ്ഥ എന്താണ്? ഞാൻ ഇന്ന് മലപ്പുറം ജില്ല പോലീസ് സൂപ്രണ്ടിനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. SP-യോട്, ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാക്കണം, സോഷ്യൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ നടത്തിയ സർവ്വ ആൽക്കഹോൾ സമമന്ദേറ്റിന് +1 +2 വിദ്യാർത്ഥികളിൽ 45% മദ്യാസക്തിയുള്ളവരായി മാറി. ഇവിടെയാണ് നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്, പ്രിയപ്പെട്ട യുവ സമൂഹമേ, യുവ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്ടം, അവിടുത്തെ ശൈലി, അവിടുത്തെ സ്വഭാവം എന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറെ സർട്ടിഫിക്കറ്റുകളായിരുന്നില്ല, കുറെ മെമന്റോകളായിരുന്നില്ല, കുറെ അവാർഡുകളായിരുന്നില്ല, കുറെ തൊഴിലുകളായിരുന്നില്ല, കുറെ ബിൽഡിംഗ് സമുച്ചയങ്ങളായിരുന്നില്ല. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കുന്നു, വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നാ മനസ്സിലാക്കുന്നത്. ലാഭമായി എന്നാണ്. ബിൽഡിംഗ് വേണ്ടെന്നല്ല പറയുന്നത്, വേണം. ലോകത്തെ ഏറ്റവും ഉയർന്ന യൂണിവേഴ്സിറ്റിയാണല്ലോ ഇന്ന് ഭൗതിക തലത്തില് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ലണ്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പലർക്കും അതെങ്ങനെ താടിയുള്ളവർക്ക്, തലക്കെട്ടുള്ളവർക്ക് അവിടെയൊക്കെ പോകാൻ കഴിയോ? എത്ര ആൾക്കാരാ ചോദിച്ചു, കയ്യോ കയ്യോ കയ്യോ, അവിടെ പള്ളി ഉണ്ടാവോ, അവിടെ പോയി നിസ്കരിക്കാൻ കഴിയോ? അവിടെ മാഷാ അല്ലാഹ്
ഞാൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിംഗ് സമുച്ചയങ്ങൾ, അത്യാധുനിക സജ്ജീകരണങ്ങളായിരിക്കും എന്നൊക്കെ കരുതി ചെന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ ബിൽഡിംഗ് ഉണ്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഏറെക്കുറെയും ബിൽഡിങ്ങുകൾ 300, 400, 500 കൊല്ലം പഴക്കമുള്ള പൊളിഞ്ഞു വീഴാറായ കണ്ട ഇപ്പം നിലംപൊത്തി പോകുമെന്ന് തോന്നുന്ന ബിൽഡിങ്ങുകൾ, പല കവാടങ്ങളും തുറക്കണേ 10-15 ആൾക്കാർ കൂടി തുറന്നെങ്കിലേ തുറക്കുകയുള്ളൂ. പക്ഷെ ഇന്നും ലോകം സ്ഥാപനത്തെ അത്യാക്ക് ആകർഷിക്കുന്നു. എന്തുകൊണ്ട്? അവിടുന്ന് വരുന്ന പ്രോഡക്റ്റുകൾ, അവിടുന്ന് വരുന്ന വിദ്യാർത്ഥികൾ. ഇവിടെയാണ് നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവിടുന്ന് കുറെ ബിൽഡിങ്ങുകളുടെ രൂപവും ആകൃതിയുമല്ല നോക്കിയത്, മറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ലഭിച്ച സ്റ്റുഡന്റിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഇതൊക്കെ കുറെ മനസ്സിലാക്കേണ്ട. ആ വാക്കിന്റെ അർത്ഥം എന്താ? കാനൂ ളാലിൻ എന്നല്ല പറഞ്ഞത്, കാനൂ ഫീ ളലാലിൻ എന്നല്ല പറഞ്ഞത്, കാനൂ മിൻ ഖബ്ലിഹി ലളാലിൻ എന്നല്ല പറഞ്ഞത്, മറിച്ച് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധനത്തിന് വേണ്ടി 63 വയസ്സുകാലം മാസ്റ്ററായിട്ടില്ല, 55 കൊല്ലം സർവീസിലിരുന്നിട്ടില്ല, അവിടുന്ന് സർക്കാർ ശമ്പളം വാങ്ങിയിട്ടില്ല, അവിടുന്ന് പെൻഷൻ വാങ്ങിയിട്ടില്ല, അവിടുന്ന് ബോണസ് വാങ്ങിയിട്ടില്ല, ESI വാങ്ങിയിട്ടില്ല, മറ്റാനുകൂല്യങ്ങളൊന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ചിട്ടില്ല. ഒരു കൂലിയും അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചിട്ടേയില്ല. അല്ലാഹുവിന്റെ റസൂൽ കേവലം 23 വർഷക്കാലം മാത്രമാണ് ദീനീ പ്രബോധനം ചെയ്തത്. ആ ദീനീ പ്രബോധത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചത് 4ഉം 5ഉം വയസ്സും ഹൃദയത്തിൽ പ്രായമുള്ള ചെറിയ പിഞ്ചു പൈതങ്ങളല്ല. 50ഉം 60ഉം 70ഉം വയസ്സ് ലഭിച്ചവർ, ജീവിതത്തിൽ കള്ളുകുടി രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ലയിച്ചു ചേർന്നവർ, കള്ളുകുടിയില്ലാത്തൊരു ദിവസം പോലും സങ്കല്പിക്കാൻ കഴിയാത്തവർ, ആയിരക്കണക്കിന് പെണ്ണിനെ വ്യഭിചരിച്ചവർ, ദിവസവും കൊല പതിവാക്കിയവർ, അക്രമവും അനീതിയുടെയും പര്യായങ്ങളായ ഏറ്റവും മോശപ്പെട്ട ആളുകളെ അതാണ് ഖുർആൻ പറയുന്നത്, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വൈകേടുത്തരത്തിൽ മുങ്ങിക്കുളിച്ചവരായിരുന്നു. എന്താണ് ആ വാക്കിനർത്ഥം? കാനൂ ളാലിൻ, വെടിവെച്ചവർ എന്നല്ല. ഉദാഹരണത്തിന് എന്റെയും നിങ്ങളെയും ടവല് 1 തുള്ളി 2 തുള്ളി ചളിയോ ചേറോ തെറിച്ചാൽ അത് കഴുകി വൃത്തിയാക്കാൻ കഴിയും. അല്ല, ഞാൻ നിങ്ങൾ പെട്ടെന്ന് കഴുകും, വൃത്തിയാക്കും. അതേ സ്ഥാനത്ത് നമ്മുടെ ടവല് ടോയ്ലറ്റില്, ബാത്റൂമില്, വാഷ്റൂമില് മാലിന്യത്തില് വീണാ എന്താ പറയാ? അത് വേണ്ട, ഞാൻ എടുക്കണ്ട, അത് നന്നാകൂല, അതിൽ മുങ്ങിക്കുളിച്ചു പോയാ എന്നല്ലേ പറയുക? നമ്മളിപ്പോഴത്തെ ശൈലി, കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താ ആ കുട്ടി നന്നാക്കി നന്നാവൂല, മോനെ വേണ്ട, ഉമ്മ പറയും നന്നാവൂലടാ, ബാപ്പ പറയാം എന്നോട് പറഞ്ഞ കാര്യമില്ലടാ. കുട്ടി എന്തെങ്കിലും കളവ്, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്ക് ഹോൾസെയിലായിട്ട് അങ്ങ് വിധിച്ചു കളയും. എന്നാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികൾ, സ്റ്റുഡന്റ്, ജീവിതത്തിൽ ഒരിക്കലും ഒന്നല്ല, ജീവിതത്തിൽ നന്മ എന്ന് പറഞ്ഞത് കണ്ടിട്ടില്ല, തിന്മകളില്ലാത്ത ദിവസം അവർക്കില്ല. അങ്ങനെയുള്ള ആളുകളെ കിട്ടി അല്ലാഹുവിന്റെ റസൂല് എന്തു ചെയ്തു? ഒരാളെ മാത്രല്ല, കിട്ടിയ മുഴുവൻ ആളുകളെയും 1,24,000-ൽ പരം സ്വഹാബത്തെ കിറാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അസ്ഹാബി കന്നുജൂം യയ്യിഹിം ഇഖ്തദൈതും 1,24,000-ൽ പരം വരുന്ന അംബിയാന്റെ സ്വഹാബത്ത്, അവരെല്ലാം നക്ഷത്ര തുല്യരാൻ, അവരെല്ലാം ലോകത്തിന് നിന്നും റോൾ മോഡലാണ്, അവർ ലോകത്തിന് നിന്നും മാതൃകയാണ്. ആരെ നിങ്ങൾ അനുകരിച്ചാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചു എന്ന് പറയാൻ രൂപത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളല്ല ഒരു റോൾ മോഡലല്ല ഉണ്ടാക്കിയത്, 10 റോൾ മോഡലല്ല ഉണ്ടാക്കിയത്, 1,24,000 പരം മാതൃകാ പുരുഷന്മാരാകുന്ന സ്വഹാബത്തെ കിറാമിനെയാണ് ലോകത്ത് സംഭാവന ചെയ്തത്. കേരള ഗവൺമെന്റ് ഇന്ത്യക്ക് മതേതരത്വം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 60 പതിറ്റാണ്ടാകാൻ പോകുന്നു അല്ലേ? എന്നിട്ട് എത്ര റോൾ മോഡൽ ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞു? ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യൂ എന്ന് പറയാൻ ഇവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾക്ക് കഴിയൂ? കഴിഞ്ഞ ആഴ്ച നടന്നൊന്നും പറയേണ്ടതില്ലല്ലോ. കയ്യാങ്കളിയൊക്കെ അയ്യയ്യെ നാണക്കേടെന്ന് പറയുന്ന രൂപത്തിൽ നമ്മുടെ രാഷ്ട്രപതി കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാകുന്ന ഇന്ത്യ അഴിമതിയാകുന്ന അർബുദം കാർന്നു തിന്നുകയാണ്. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ശിഷ്ടം സ്വീകരിച്ചു? അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ച ശിഷ്ടം കുറെ മാർക്കായിരുന്നില്ല. ഇന്ന് നമ്മുടെ ശിഷ്ടം മാർക്കാണ്. മാർക്കിന് വേണ്ടി പഠിക്കുക. അയ്യ നാണക്കേട്. ഞാനൊരൊറ്റ സംഭവം പറയട്ടെ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി 4ാം ക്ലാസ്സുകാരൻ വീട്ടിൽ വന്നപ്പോ വാവിട്ട് കരയുകയാണ്. പാപ്പ ചോദിച്ചു, മോനെ എന്ത് പറ്റി? എനിക്ക് വീണ് വല്ല പരിക്കും പറ്റിയോ? ആരെങ്കിലും വല്ലതും കാണിച്ചോ? ഇല്ല. പിന്നെ എന്തു പറ്റി? അപ്പൊ കുട്ടിക്ക് പറയണ്ട വെരി ഗുഡ് പോയി എന്നാ. വീട്ടിൽ വന്ന ആകെ നോക്കൽ ഉമ്മക്കും വാപ്പക്കുള്ള പണി ഗുഡാണോ കിട്ടിയത്, വെരി ഗുഡാണോ കിട്ടിയത്, ബാഡാണോ കിട്ടിയത്, വെരി ബാഡാണോ കിട്ടിയെന്നാ. അപ്പോ ഇന്നലെ ചെയ്ത ഹോംവർക്കിന് ടീച്ചർ എനിക്ക് 50ൽ 50 മാർക്ക് കിട്ടിയിരുന്നു, വെരി ഗുഡ് കിട്ടിയിരുന്നു. പക്ഷെ ഞാനത് ടോട്ടലൈസ് ചെയ്ത് നോക്കുമ്പോൾ കുട്ടി പറയാണ്, എനിക്ക് 50 ഇല്ല, എനിക്ക് 46 ഉള്ളൂ. ഞാൻ ടീച്ചറോട് പറഞ്ഞു എനിക്ക് 46 ഉള്ളൂ, എനിക്ക് 50 ഇല്ല. ടീച്ചർ കൂട്ടാക്കിയില്ല. വീണ്ടും വാശി പിടിച്ച് പറഞ്ഞു. അങ്ങനെ ടീച്ചർ ഒന്ന് റീവാലേഷൻ നടത്തി നോക്കുമ്പോൾ ശരിയാണ്. അപ്പം 46 ഇട്ട് നേരത്തെ 50 വെട്ടി, ആ വെരി ഗുഡും വെട്ടി. അപ്പൊ രക്ഷ വെച്ചു, സാർ അത് ശരിയാണ്, അത് ഞങ്ങളുടെ പോളിസി അങ്ങനെയാണ്. 50ൽ 50 കിട്ടിയാൽ വെരി ഗുഡ് ഇടണം, 49 കിട്ടിയാലും 47 46 48 കിട്ടിയാൽ ഗുഡ് ഇടണം. 46ന് ഗുഡും ഉണ്ടാവൂല, വെരി ഗുഡും ഉണ്ടാകൂല. ഈ കുട്ടി ഇത്രമാത്രം സത്യസന്ധത, ചതി വഞ്ചന അറിയാതെ, കോപ്പിയടി ഇല്ലാതെ അനർഹമായി ലഭിച്ച മാർക്ക് എനിക്ക് അവകാശപ്പെട്ടതല്ലെന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ സത്യം നഷ്ടപ്പെടുന്ന സമയത്ത് സത്യം വിളിച്ചു പറഞ്ഞ കുട്ടിയെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കണം? ഗുഡ് മതിയോ, വെരി ഗുഡ് മതിയോ? അന്ന് ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട ആ കുട്ടിയല്ലേ? ആ കുട്ടിക്കല്ലേ പ്രമോഷൻ നൽകേണ്ടത്? ആ കുട്ടിക്കല്ലേ എക്സ്റ്റൻഡ് നൽകേണ്ടത്? പക്ഷേ നമ്മുടെ തിയറി അതല്ല. മാർക്ക് നോക്കുക. ഇത്രത്തോളം നമ്മുടെ ശിഷ്ടം താന്ന് അതപ്പതിച്ചിരിക്കുന്നു. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്ടം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പഠിപ്പിക്കുന്നത് വല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം. അവരെ സംസ്കരിച്ചെടുക്കുക, അവരെ മാതൃകാ പുരുഷന്മാരാക്കി എടുക്കുക. അതാണ് വിദ്യാഭ്യാസ പ്രക്രിയ. ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും മാറ്റിയെടുക്കുക. ഭീകരവാദിയാവാതെ, തീവ്രവാദിയാവാതെ, അക്രമിയോ പരാക്രമിയോ ആവാതെ, ഉലമാക്കളെ, നേതാക്കളെ, സാധാത്തുക്കളെ തെറി പറയാതെ, ചതിയും വഞ്ചനയുമില്ലാതെ, അക്രമവും അനീതിയുമില്ലാതെ, മാതാപിതാക്കൾ അനാദരവ് കാണിക്കാതെ, ടീച്ചർമാരെ മാസ്റ്റർമാരെ ഗൗരവം ചെയ്യാതെ, കോളേജ് പിക്കറ്റിംഗ് നടത്താതെ, സമരം ചെയ്യാതെ, അല്ലാഹ് അവനെ ഓർത്ത് അവന്റെ ആജ്ഞകൾ അനുസരിച്ച് അവൻ നിരോധിച്ചതെല്ലാം കൈവെടിഞ്ഞ് 5 നിസ്കാരം കൃത്യമായി നിസ്കരിച്ച് സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും നാടിനും വീടിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരായി മാറുക. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഞാനൊരൊറ്റ ഉദാഹരണം പറയട്ടെ. നിങ്ങൾക്കറിയാം, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ആരായിരുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ അവിടുത്തെ ഉടലിൽ തല വേർപ്പെടുത്താൻ ഊരിയ വാളുമായി വന്നവരായിരുന്നില്ലേ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രം വായിച്ചാൽ
പഠിച്ചാൽ പ്രശംസിക്കാത്തവർ ലോകത്തുണ്ടോ? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നുവെങ്കിൽ ഞാൻ ഖലീഫ ഉമറിന്റെ ഭരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ആരെല്ലാം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിച്ചോ അവരെല്ലാം പറഞ്ഞില്ലേ. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? ഇത്രയും വലിയ ധിക്കാരിയായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാഷാ അല്ലാഹ് ഇസ്ലാമിലേക്ക് അങ്ങ് വരലോടുകൂടെ എത്ര വിനയാന്വിതരാക്കി മാറ്റി. ഒരൊറ്റ സംഭവം പറയട്ടെ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തലവനായ സമയത്ത് മുസ്ലിം ഇസ്ലാമിക് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചോദ്യം ചെയ്യാത്ത അധിപനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുന്ന കാലം ഒരു അറാബിയിൽ നിന്ന്, ഒരു ആദിവാസിയിൽ നിന്ന് ഒരു കുതിരയെ വാങ്ങി യാത്ര ചെയ്യാൻ. കുറച്ച് യാത്ര ചെയ്തു. കുതിരക്ക് നടക്കാൻ പറ്റുന്നില്ല, യാത്രക്ക് പ്രയാസം. ആ കുതിരയുമായി അറാബിയുടെ മുമ്പിൽ വന്നു. അറാബിയോട് പറഞ്ഞു, എനിക്ക് ആ കുതിര വേണ്ട, കാശ് തിരിച്ചു തരണം. കുതിര വാങ്ങാൻ അറാബി കൂട്ടാക്കുന്നില്ല. ആര് തമ്മിൽ ആ പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ഭാഗത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തലവൻ, മറുഭാഗത്ത് ഒരു ആദിവാസി. നാടും വീടും കുടുംബവും ഇല്ല, യൂണിയനില്ല, സമരം ചെയ്യാൻ ആളില്ല, പിന്തുണക്കാൻ ആളില്ല, എന്ത് ആക്ഷൻ എടുത്താലും പറയാൻ ആളില്ല. ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ ഇതിൽ കടയിൽ സാധനം വാങ്ങി ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ പറഞ്ഞിട്ട് അപ്പം കറണ്ട് കട്ട് ചെയ്യും, ലൈസൻസ്, എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും. ആകെ പ്രശ്നമായില്ലേ? ഇന്നല്ല ഭരണതല്ലേ, ഇന്നത്തെ ലെജിസ്ലേറ്റീവ് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല പറയുന്നതല്ലേ അവസ്ഥ. എങ്കിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹെഡല്ലേ. അവരും അറാബിയും തമ്മിലാണ് പ്രശ്നം. അറാബി പറയുന്നു, ഞാൻ കാശ് തരൂല, ഞാൻ നിങ്ങൾക്ക് വിറ്റതാണ്, വിറ്റതിന് എനിക്ക് ബാധ്യതയില്ല. അങ്ങനെ പ്രശ്നം രൂക്ഷമായി. അവിടെ അറാബി പറയുന്നു, നമുക്ക് മൂന്നാമതൊരു മധ്യവർത്തിയിലേക്ക് വെക്കാം. ആരാണ് മധ്യവർത്തി? ശുറൈഹിലേക്ക്. ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹുവിനെ അറാബി കണ്ടെത്തുന്നു. അതെ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിക്കുന്നു. ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു മുമ്പിൽ വാദി ഒന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തലവനാണ്, മറുഭാഗത്ത് ഒരു ആദിവാസിയാണ്, ഒരു അറാബിയാണ്. വാദം കേട്ടു. അതാ ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുകൂലമായല്ലേ വിധിക്കേണ്ടത്? അവിടത്തേക്ക് ഇഷ്ടത്തിലല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷേ ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം, ആ കുതിരയെ വാങ്ങിയ പോലെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? കുതിരയെ വാങ്ങുന്ന സമയത്ത് ന്യൂനതകളും കുറവുകളും വൈകല്യങ്ങളും ഒന്നുമില്ലല്ലോ. നിങ്ങൾ വാങ്ങിയതിന് ശേഷം ഉണ്ടായതല്ലേ. ആ വാങ്ങിയതിന്റെ ശേഷമുണ്ടായ ന്യൂനതക്ക് അദ്ദേഹം എങ്ങനെയാണ് ഉത്തരവാദിയാവുക? നിങ്ങൾക്ക് വാങ്ങിയ രൂപത്തിൽ തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, നിങ്ങൾ കാശ് വാങ്ങുക. അങ്ങനെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ കുതിരയുമായി പൊരുത്തപ്പെടുക, മറ്റു മാർഗങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ കുട്ടികൾ ശ്രദ്ധിക്കണം. ആ കുതിരയെ വാങ്ങുമ്പോൾ അതിന് യാതൊരു ന്യൂനതയുമില്ലല്ലോ, അതിനൊരു കുറവുമില്ലല്ലോ. അത് നിങ്ങൾ വാങ്ങിയതിന്റെ ശേഷം സംഭവിച്ചതല്ലേ. അതിനെങ്ങനെ അദ്ദേഹം കുറ്റക്കാരനാകും? അദ്ദേഹത്തിന് എന്തു ബാധ്യതയാണുള്ളത് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ അദ്ൽ, ഹാദാ ഫസ്ൽ, ഇതാണ് യഥാർത്ഥ തീരുമാനം, ഇതാണ് സത്യസന്ധത. ഉടനെ ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുപ്രീം കോടതിയുടെ ജഡ്ജിയായി മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഇവിടെയാണ് ഇസ്ലാം, ഇവിടെയാണ് സമത്വം, ഇവിടെയാണ് നീതി, ഇവിടെയാണ് മനുഷ്യത്വം. ഇതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിത്തം. അവിടുന്ന് ചതിയോ വഞ്ചനയോ അക്രമമോ അനീതിയോ ഒന്നും ഒട്ടും പ്രോത്സാഹിപ്പിച്ചില്ല. നിങ്ങൾക്കറിഞ്ഞുകൂടെ, ഇത് പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസമാണല്ലോ. മഹാനായ ഖുതുബുൽ അഖ്താബ് أعظم الشيخ محي الدين عبد القادر الجيلاني قدس الله تعالى سره العزيز മഹാനവറുകൾ കുട്ടിക്കാലത്ത് ബഗ്ദാദിലേക്ക് പോകാൻ ജീലാനി
ജീലാൻ എന്നൊക്കെ പറഞ്ഞാൽ ശറഫ്ത ജീലാന ബിൽ മീലാദി സാകിനഹു വഅല്ലംത ബിൽ ഖബ്രി ബഅദാദ മാകിനഹു ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അളമ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തആല തങ്ങൾ ജനിക്കുന്നത് എവിടെയാണ്? ജീലാനിലാണ്. ജീലാന്നും പറയും. അത് ഈജിപ്തുകാർ പറയുമ്പം ജീമ് ഖ എന്നാണ് ഉള്ള പറയാ. അതുകൊണ്ടാണ് അഥവാ ഇറാനിലാണ്, ഖുറാസാനിലാണ്. അത് പറയുമ്പോ അല്ലിൽ മുശജറത്തുൻ ഫുദൂറുഹാ ഫീ മക്ക വസാഖുഹാ ഫിൽ മദീന വഫുറൂഉഹാ ഫിൽ ഇറാഖ് വസിമാറുഹാ ഫീ ഖുറാസാൻ. ചരിത്രം നമ്മൾ പഠിക്കാത്തതുകൊണ്ട് താജ്മഹലിനെ കുറിച്ചൊക്കെ ബുഖാരി സാദാത്തുകളെ കുറിച്ചൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ഓല് യമനിൽ നിന്ന് വന്നതല്ലല്ലോ, ഓല് റഷ്യയിൽ നിന്ന് വന്നതല്ലേ? റഷ്യ അവിടെ എന്ത് ഇസ്ലാമാണ്? അത് സോവിയറ്റ് യൂണിയന്റെ അവിടെ ഇസ്ലാം ഉണ്ടാവും. യമനിൽ നിന്ന് വന്നതല്ലല്ലോ. ചരിത്രം പഠിക്കാതിരുന്നാൽ എന്ത് ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ? മഹാനായ ഇമാമുൽ ദാരുൽ ഹിജ്റ മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു ലിൽ മുശദ്റ ഇൽമെന്ന് പറയുന്ന വലിയ വൃക്ഷമാണ്. ജുദൂർഹാ ഫീ മക്ക അതിന്റെ അടിവേര് മക്കയിലാണ്. വ സാഖുഹാ ഫിൽ മദീന അതിന്റെ തടിമരം കിടക്കുന്നത് മദീനയിലാണ്. 1,00,000-ലേറെ വരുന്ന സ്വഹാബത്ത്. വ ഫുറൂഉഹാ ഫിൽ ഇറാഖ് അതിന്റെ കൊമ്പുചില്ലികൾ കിടക്കുന്നത് ഇറാഖിലാണ്. വ സിമാറുഹാ ഫീ ഖുറാസാൻ അതിന്റെ കായ്കനികൾ കിടക്കുന്നത് ഖുറാസാനിലാണ്. ഫിഖിന്റെ കിതാബൊക്കെ ഷാഫി മദ്ഹബിന്റെ കിതാബ് പഠിക്കുമ്പോൾ അലാ തരീഖത്തിൽ ഇറാഖിയീൻ വഅലാ തരീഖത്തിൽ ഖുറാസാനിയീൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഏതാണ് ഈ ഖുറാസാൻ? എവിടെയാണ് ഈ ഖുറാസാൻ? ഖാല ഉലമാഉ മാ വറാഅ അൻ-നഹർ എന്ന് പറഞ്ഞു. എവിടെയാണ് ഈ മാ വറാഅ അൻ-നഹർ? ജയ്ഹൂൻ നദിയുടെ അപ്പുറത്തേക്ക് അഥവാ ഖുറാസാൻ, ഉസ്ബെക്കിസ്ഥാന്, തജാക്കിസ്ഥാന്, തുർക്കുമാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ. ഇസ്ലാമിന്റെ കായികനികളാകുന്ന ഇമാമുകളൊക്കെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, ഇമാം നസായി റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം റാജി റളിയല്ലാഹു അൻഹു, മഹാനായ സഅദുദ്ദീൻ അത്ത്-തഫ്താസാനി റളിയല്ലാഹു അൻഹു, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂർ മാതുരിദി റളിയല്ലാഹു അൻഹു, വഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഇമാമുകളൊക്കെ എവിടെന്നാണ്? മക്കയിലല്ല, മദീനയിലല്ല, ഷാമിലല്ല, യമനിലല്ല, ഇറാഖിലല്ല, ഖുറാസാനിലാണ്. അവിടെയാണ് ബുഖാറ, അവിടെയാണ് സമർക്കന്ത്, അവിടെയാണ് നിസാബൂർ. ചരിത്രങ്ങൾ അറിയാതെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോയെങ്കിൽ അത് മഅദിൽ നിന്നാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഖ്ബറ തുടങ്ങി ഇതൊക്കെ കാണുമ്പോഴല്ലേ പറയുമ്പോൾ ഞാൻ സമയം വളരെ ദീർഘിച്ചു പോകും. ആ ഖുറാസാനിലാണ് മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആളം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ജീലാനിലാണ്. രണ്ടും ഒരേ സ്ഥലത്തിന്റെ പേരാണ്, രണ്ട് പര്യായ പദങ്ങളാണെന്ന് മാത്രം. ചിലര് ജീം എന്ന് പറയും, ചിലര് കൈലാൻ എന്ന് പറയും. അവിടെ നിന്ന് പഠിച്ചു വളർന്നു വന്നു. ഗൗസുൽ ആളം നിങ്ങളുടെ ചരിത്രം നില പേരോട് പറഞ്ഞോ? ഇവിടെ പറഞ്ഞോ? ബഗ്ദാദിലേക്ക് പോയരങ്ങോ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഗൗസുൽ ആളം തങ്ങള് കുട്ടിക്കാലത്ത് ഒരു കുതിരയുടെ പുറത്ത്, ഒരു കാളയുടെ പുറത്ത് ഇങ്ങനെ തലയോടിങ്ങനെ കളിക്കുന്ന സമയത്ത് ആ കാള ചോദിച്ചു, അലി ഹാദാ ഖുലിഖ്ത, ഇതിനു വേണ്ടിയാണോ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഈ ചിന്ത ഗൗസുൽ ആളം തങ്ങളെ വന്നു. അങ്ങനെ ഗൗസുൽ ആളം തങ്ങള് ഉമ്മയോട് സമ്മതം ചോദിച്ചു, ഞാൻ ഇൽമു പഠിക്കാൻ ബഗ്ദാദിലേക്ക്, ഇറാഖിലേക്ക് പോകട്ടെ. ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇറാഖിന്റെയും ഇന്ത്യയുടെയും ഇടയിലുള്ള ബോർഡർ രാജ്യങ്ങൾക്കാണ്. അഅ്ജമുൽ ബുൽദാൻ മറിച്ച് നോക്കിയാൽ കാണാം.
ആ രാജ്യങ്ങളാണ് ഖുറാസാൻ. ഈ സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞ 1911 തൊട്ട് 1991 വരെ 80 കൊല്ലം മാത്രമാണ് സോവിയറ്റ് യൂണിയന്റെ കീഴില് ഈ നാടുകൾ ഉണ്ടായിരുന്നു. അതിന് മുമ്പും ശേഷവും ഒക്കെ സോവിയറ്റ് യൂണിയനും ബുഖാറിയും തമ്മില്, താഷ്കന്തും റഷ്യയും തമ്മില്, കമ്മ്യൂണിസവും തമ്മില്, അല്ലെങ്കിൽ സമർക്കന്തും നീസാപൂറും ഒന്നും യാതൊരു ബന്ധവുമില്ല. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന വലിയ അബദ്ധമുണ്ട്. അങ്ങനെ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം തങ്ങൾ അവിടെ നിന്ന് ബഗ്ദാദിലേക്ക് പോകാൻ വേണ്ടി ചോദിച്ചു. ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം തങ്ങളുടെ ഉപ്പ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ മരിച്ചിരുന്നു. മഹാനവകൾ 80 നാണയം സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിൽ പകുതി 40 നാണയം ഒരു പേഴ്സിലാക്കി തുന്നിക്കെട്ടി കക്ഷത്തിൽ വെച്ചുകൊടുത്തു. ഉമ്മ പറഞ്ഞ വാക്ക്, ഒരിക്കലും കളവ് പറയരുത്, ഒരിക്കലും കളവ് പറയരുത്. അങ്ങനെ ഇറാനിൽ നിന്നും ബഗ്ദാദിലേക്ക്, ഇറാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് കുറേ ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. വഴിമധ്യേ ധാരാളം കൊള്ളസംഘങ്ങൾ ഉണ്ടാകും. ആ കൊള്ളസംഘം പിടികൂടി ചോദിച്ചു, മോനെ കയ്യിൽ കാശുണ്ടോ? ഉണ്ട്. എത്രയാണ്? 80-40 ദിർഹമാണ്. എന്താ അത് വെറുതെ പറയുമായിരിക്കും. മാറ്റി പിന്നെയും ചോദിച്ചു. പിന്നെയും ചോദിച്ചു. അങ്ങനെ എന്താ ഇങ്ങനെ പറയുന്നത് നോക്കുക എന്ന് ചോദിച്ചപ്പോൾ ഈ കൊള്ളത്തലവന്റെ മുമ്പിൽ ഗൗസുൽ തങ്ങളത് എടുത്ത് കാണിച്ചു കൊടുത്തു. ഈ കൊള്ളത്തലവൻ ഇത് മനസ്സിലാക്കി. ഈ ചെറിയ കുട്ടി ഈ പ്രായത്തിൽ ഉള്ളതുപോലെ പറയുന്നുവെങ്കിൽ എന്നെയും ഞങ്ങളെയും സൃഷ്ടിച്ചു പടച്ച അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്തായിരിക്കും? ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ കൊള്ളത്തലവന്മാർ സമ്പാദിച്ചതും കട്ടതെല്ലാം തിരിച്ചു കൊടുക്കുകയും അവരെല്ലാം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മുസ്ലിം ആവുകയും ചെയ്തു. ഇതാണ് ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം തങ്ങൾ. ഇങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസ്കരിച്ചെടുത്തത്. ആരാണ് ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം തങ്ങൾ? ഹിജ്റ 470 മഹാനവകൾ ജനിച്ചത്. മഹാനവകളുടെ കറാമത്തുകളൊക്കെ പറയാൻ സമയം അനുവദിക്കുമെന്നില്ലല്ലോ. ഒരൊറ്റ തബറുക്കിന് വേണ്ടി റബീഉൽ ആഖിർ ആയതുകൊണ്ട് ഒരൊറ്റ തബറുക്ക് പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്തട്ടെ. മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം തങ്ങളുടെ കാലത്ത് ഒരു മുസ്ലിമായ മനുഷ്യനും ക്രിസ്ത്യാനിയായ മനുഷ്യനും വാദപ്രതിവാദം നടക്കുകയാണ്. തഫ്രീദുൽ ഖാത്രിയിൽ കാണുന്ന സംഭവമല്ലേ വാദപ്രതിവാദം. മനിൽ അഫ്ളൽ, ലോകത്തെ ഏറ്റവും ഉത്തമർ ആരാ? ക്രിസ്ത്യാനിയായ മനുഷ്യൻ. ഞങ്ങളുടെ പ്രവാചകർ മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളാണ്. മുസ്ലിമായ മനുഷ്യൻ. ഞാനത് സമ്മതിക്കൂല. ഞങ്ങളുടെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വാഗ്വാദം മൂർജിച്ചു. ക്രിസ്ത്യാനിയ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തെളിവിന് ഉദ്ധരിക്കുന്നത് എന്റെ ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും അല്ല, നിങ്ങളെ ഖുർആൻ ഉദ്ധരിച്ച് ഞാൻ സമർത്ഥിക്കും. നിങ്ങളെ ഖുർആനിലെ കാന യുഹ്യിൽ മൗത, മരിച്ചവരെ ഹയാത്താക്കാറുണ്ടായിരുന്നു എന്ന്. എന്നാൽ നിങ്ങളെ പ്രവാചകൻ മരിച്ച വല്ലവരെയും ഹയാത്താക്കിയ വല്ല സംഭവം ഖുർആനിലുണ്ടോ? എന്റെ കരളിന്റെ കഷ്ണങ്ങളായി യുവാക്കൾ ചിന്തിക്കണം. ഇങ്ങനൊരു വാദപ്രതിവാദം എന്ന് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധരിൽപ്പെട്ട പുരോഗമനവാദികളും ക്രിസ്ത്യാനികളും തമ്മിൽ നടക്കുന്നുവെങ്കിൽ എന്തായിരിക്കും പറയുക? ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഖുർആനിലല്ലേ ഞങ്ങളുടെ പ്രവാചകൻ മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ യുഹ്യിൽ മൗത ഫഅലാലി വസ്ഫിൻ ഖഖതീൻ ബാസമിൻ വഹാലികും വ മയ്യിതും ബിഹി ഖമീൻ. മയ്യിത്തിന്റെ ജമ്മാണല്ലോ ഫഅലാ ഫമൗത. വഹുവ ജമല്ലേ മരിച്ച ധാരാളം ആളുകളെ ഹയാത്താക്കാറുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളെ പ്രവാചകർ മരിച്ച വല്ലവരെയും ഹയാത്താക്കിയ സംഭവമുണ്ടോ? മുസ്ലിമായ മനുഷ്യൻ മറുപടി പറയാൻ കഴിയാതെ പതറുന്ന സമയത്ത് ക്രിസ്ത്യാനിയായ മുമ്പിൽ വിജയിക്കുമെന്ന് കാണുന്ന സമയത്ത് ഗൗസുൽ ആലം തങ്ങൾ വിഷയത്തിൽ ഏർപ്പെട്ടു. ആ ക്രിസ്ത്യാനി മനുഷ്യൻ ചോദിച്ചു, സുഹൃത്ത്, എന്റെ ലക്ഷ്യം എന്താണ്? എനിക്ക് സത്യാന്വേഷണമാണോ? അല്ല, എനിക്ക് ദുർവാശിയാണ്. ഇല്ല, ഞാൻ സത്യാന്വേഷി മാത്രമാണ്, സത്യാന്വേഷണം മാത്രമാണ്. എങ്കിൽ ഞങ്ങളെ പ്രവാചകർ മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളതിലെ സംശയം. ഞാനതിന് തെളിവുകൾ കുറെ പറയുന്നതിന് മുമ്പ് എനിക്ക് കാണിച്ചു തന്നാൽ
ഞാൻ എന്റെ വാപ്പാക്ക് 1000 ഏക്കറ പറമ്പുണ്ടായിരുന്നു എന്ന് പറയുന്നതും 1000 ഏക്കറ പറമ്പിന്റെ ആധാരം കാണിച്ചു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഈ ഗൗസുൽ ആലം നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ പറയുകയല്ല, ഞാൻ കാണിച്ചു തന്നാൽ നീ വിശ്വസിക്കാൻ സന്നദ്ധനാണോ? നിന്നെക്കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടെ? എസ്തുബിരബിയൻ വരാ സ്വഹാബിയൻ വതാബിയൻ. ഞാനൊരു നബിയല്ല, സ്വഹാബിയല്ല, താബിയല്ല, മറിച്ച് ഹിജറ 470-ലാണ്. എന്നെ ഹിജറ 470-ലാണ് മഹാനവർ ബുധാതരായത്. എന്നാൽ നീ പറയുന്നൊരു ശവകുടീരം എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാവട്ടെ, ഇപ്പൊ ഞാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണക്ഷന്റെ പേര് ഞാൻ ഹയാത്താക്കി തന്നാൽ വിശ്വസിക്കാൻ സന്നദ്ധനാണോ? ആ ക്രിസ്ത്യാനി പറഞ്ഞു, അതെ, വളരെ പഴക്കമുള്ള ഫാരിനി ഖബറൻ അതീഖ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശവകുടീരം കാണിച്ചു കൊടുത്താലും അത് കാണിച്ചു കൊടുത്തു. ഫൻശഖൽ ഖബർ ഫഖാമ ഹയ്യ ഫസാറ നസ്റാനിയും മിനാ, ഖബറങ്ങ് പിളർപ്പായി, ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ട ക്രിസ്ത്യാനി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് ഉച്ചരിച്ച് മുസ്ലിമായി. ഇതാണ് ഗൗസുൽ ആലം തങ്ങൾ. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവർ. അവർ തവസ്സുലാക്കി നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. കുട്ടിക്ക് വൈത്ത് 3000 രൂപ. മരണപ്പെട്ടവരുടെ പരലോക വിജയത്തിന് ദുആ ചെയ്യാൻ കെ അബ്ദുൽ കബീർ മലയിൽ 1001 രൂപ. ഉപ്പയുടെയും ഉമ്മയുടെയും പരലോക വിജയത്തിന് ഒരു സഹോദരി 200. സൗദിയിൽ പോയ മകന് നല്ല ജോലി കിട്ടാനും കടങ്ങൾ വീടാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, സംഭാവന നൽകിയവരുണ്ട്. ഇന്നലെയും ഇന്നുമായി സഹകരിച്ചവർ, ഇതിനുവേണ്ടി ഓടി നടന്നവർ, പ്രവർത്തിച്ചവർ, വളണ്ടിയേഴ്സ്, ഏതെല്ലാം വിധേന ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അല്ലാഹു അവർക്കൊക്കെയും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിനുവേണ്ടി പല വിധേന സഹകരിച്ച ആളുകളുണ്ട്. ഫ്ലക്സ് വെക്കാനും അതുപോലെ പ്രചരണത്തിനും അങ്ങനെ തുടങ്ങി പരിപാടികൾ കേൾക്കാൻ പോലും സമയമില്ലാതെ പ്രയാസപ്പെട്ട ഒരുപാട് ആളുകൾ, അവരെയൊക്കെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനുകളെ, നമ്മുടെ മഹത്തായ ഈ മർക്കസുദ് ദഅവത്തുൽ ഇസ്ലാമിയ തഹ്ഫീദുൽ ഖുർആന്റെ കെട്ടിടം വളരെ ഭംഗിയായി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തന്ന മോങ്ങത്തുകാരനായ ഷമീർ എന്ന എഞ്ചിനീയർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ നല്ല നിലയിൽ ഇതിന്റെ പ്രവർത്തനത്തിൽ സഹകരിച്ചുകൊണ്ട് പണികൾ പൂർത്തിയാക്കി തന്നതിന് നന്ദി എന്നോണം അദ്ദേഹത്തിന് ഒരു ഉപഹാരം നൽകാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ മഹല്ലിലെ കാരണവരായ ബഹുമാനപ്പെട്ട ആലി എളാപ്പവറുകളാണ് നൽകുന്നത്. അത് സ്വീകരിക്കുന്നതിന് എഞ്ചിനീയർ സമീറിനെയും നൽകുന്നതിന് ബഹുമാനപ്പെട്ട ആലി എളാപ്പവറുകളെയും ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് അവറുകൾ വലിയ തിരക്ക് ഉള്ള ആളാണ്. ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ട്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ എത്തി നമുക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അവിടുത്തെ നിഴലിൽ, അവിടുത്തെ തണലിൽ ദീർഘകാലം ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ
ഇന്നലെയും ഇന്നുമായി ഒരുപാട് പേർ മഹത്തായ സ്ഥാപനത്തിലേക്ക് സ്വർണമായും പൈസയായും ഒക്കെ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. ഒരു സഹോദരി, അവര് വളരെ അസുഖമുള്ള ആളാണ്. അവരുടെ മകന് ജോലി ശരിയാവാനും അതുപോലെ അവരുടെ അസുഖങ്ങൾ സുഖപ്പെടാനും വേണ്ടി ഒരു സ്വർണ്ണമോതിരം മഹത്തായ ഈ സ്ഥാപനത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്വർണം സംഭാവന ചെയ്ത വേറെയും ആളുകളുണ്ട്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് കിടക്കാനുള്ള കട്ടിൽ വാങ്ങാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഒരു സുഹൃത്ത് ഓൺലൈനിൽ ബന്ധപ്പെട്ടതാണ്, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ മക്കൾക്ക് കട്ടിൽ വാങ്ങിക്കാൻ വേണ്ടി 50,000 ഉറുപ്പിക അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ അസുഖത്തിലാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയോട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തങ്ങളുപ്പാപ്പയുടെ ദുആ കാത്തിരിക്കുന്നവരാണ് എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിന്റെ മുന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് നല്ല തുറന്ന മനസ്സോടുകൂടി ഇരിക്കുക. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥന നടക്കാൻ പോവുകയാണ്. ഇവിടെ സംഭാവന ചെയ്ത എല്ലാവർക്കു വേണ്ടിയും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പ്രത്യേകമായി ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ റഹ്മാൻ